ഹായ് വിവേഴ്സ്, ഇന്നത്തെ സാന്ത്വനം ആരംഭിക്കുന്നത് ജയന്തി അപ്പുവിൻ്റെ മുറിയിലിരിക്കുകയാണ് അപ്പച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അവരുടെ കുടുംബ ചരിത്രം പറഞ്ഞതിന് ശേഷം ഈ വീട്ടിലെ കുറ്റം മുഴുവനും അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൂടാണ്ട് അപ്പുവിൻ്റെ കാര്യവും പറഞ്ഞു കൊടുക്കുക. ഒരു 100 രൂപ വേണമെങ്കിൽ കെഞ്ചണം, അത് എടുത്താൽ തന്നെ അതിന് കണക്ക് വെക്കാം. അപ്പോൾ അപ്പു ഇങ്ങനെ സമ്മതിക്കത്തില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ എടുക്കുന്നതിന് അങ്ങനെ കണക്കൊന്നും ഇല്ല എന്നൊക്കെ പറയും. ജയന്തി പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ അപ്പു അത് തർക്കിക്കുന്നുണ്ട്. അതിനുശേഷം ദേവിയും അഞ്ജുവും കൂടി അടുക്കളയിൽ നിൽക്കുകയാണ്. ഇനത്തിനോട് ചേർന്നു അല്ലേ ദേവിയെടുത്തി, അതെന്തായാലും ഉറപ്പാണ്. ജയന്തി അടുത്തേക്ക് പറ്റിയ സ്വഭാവമായിരിക്കും ആ അപ്പച്ചിക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചെന്ന് വിളിക്കട്ടെ? വേണ്ട, ഇപ്പം ചെന്ന് വിളിച്ചാൽ കുഴപ്പമാവുമെന്ന് പറയും. ഉടനെ ദേവിയെടുത്ത് ചെന്ന് ചായ എടുക്കും. നമുക്ക് ചായ കൊടുക്കാനെന്ന് വ്യാജനെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ ചായ കൊടുക്കാനായിട്ട് ചായ എടുത്തുകൊണ്ട് തയ്യാറാകുമ്പോഴത്തേക്ക് ഇവർ 3 പേരും ഇറങ്ങി വരും കേട്ടോ. ചായ കണ്ട ഉടനെ ജയന്തി ഉടനെ ആ ചായ ഇട്ടോന്ന് പറഞ്ഞ് കുടിക്കുമ്പോൾ എനിക്ക് കളിയാക്കുന്നുണ്ട്. ഇത്ര നേരം സംസാരിച്ച് വിഷമിച്ചതല്ലേ, ചായ കുടിക്കുമെന്ന് പറയും. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. ദേവിയടത്തേക്ക് കുട്ടികളുണ്ടാകാത്ത കാര്യവും എൻ്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ കൂടി എന്നോട് ഒരു സ്നേഹമില്ലാത്തവളാണ്, നന്ദിയില്ലാത്തവളാണെന്നൊക്കെ എന്നെക്കുറിച്ചൊക്കെ ഇല്ലേ, അതല്ലേ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ ഉടനെ അപ്പു പറയും, അതെ നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ഞങ്ങൾക്കറിയാം, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ പരദൂഷണം പറയാതെ ഒരു സുഖവും ഉണ്ടാവില്ല, പണ്ട് മുതലേ അങ്ങനെയാണ് എന്നൊക്കെ ഓരോന്ന് പറയും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പുവിന് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഛർദ്ദിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പുവിൻ്റെ കൂട്ടത്തിൽ അപ്പച്ചിയും പോകും കേട്ടോ. അപ്പോൾ ജയന്തി ഉടനെ ദേവിയോട് ചോദിക്കും, നീ എന്താ അവൾക്ക് കലക്കി കൊടുത്തത് ഛർദ്ദിക്കാനായിട്ട്? ഉടനെ അഞ്ജു പറയും, ഗർഭിണിയായ പെണ്ണുങ്ങൾ ഛർദ്ദിക്കുമെന്നറിയില്ലേ, ഇടയ്ക്കിടയ്ക്ക് അപ്പുവിനുള്ളതാണ്, അല്ലാതെ ജ്യൂസ് കുടിച്ചതിൻ്റെയൊന്നും അല്ലെന്ന് പറയും. അതിനുശേഷം അവൾ ഛർദ്ദിച്ചിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ പുറകെ പിന്നെയും ജയന്തി പോകും കേട്ടോ റൂമിലോട്ട്. എന്നിട്ട് അപ്പച്ചിയോട് പറയും, ഇതാ ഞാൻ പറയണത് ആരും വിശ്വസിക്കില്ല, ഇപ്പോൾ അനുഭവം വന്നില്ലേ, ദേവിക്ക് ഒന്നും അറിയില്ലെന്നേ, ദേവി ഓരോന്ന് കാട്ടിക്കൂട്ടണ്ടല്ലാതെ അവൾ പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ നോക്കണം, അപ്പച്ചി തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരാളെ നിർത്തുമെന്ന് പറയുവേ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തമ്പി അവിടെ എത്തും. ലച്ചു വിളിച്ചു പറഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. തമ്പി ഉടനെ റൂമിൽ കയറും കേട്ടോ അപ്പുവിനെ കാണാനായിട്ട്. അപ്പുവിനെ കാണുന്ന റൂം കാണുമ്പോഴത്തേക്കും തന്നെ തമ്പി ഇങ്ങനെ അമ്പരപ്പോട് നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് പോയ്സൺ ആണെന്നും പറഞ്ഞ് ലച്ചു പറഞ്ഞറിഞ്ഞെന്ന് പറയും. അപ്പോൾ അപ്പു പറയും, ഇല്ല, അത് വീട്ടിൽ വന്നപ്പോഴും എനിക്കുണ്ടായില്ലേ, ഡാഡി അതിനൊന്നും വിഷമിക്കണ്ടെന്ന് പറയും. ഡോക്ടറെ കാണാൻ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സീനോടുകൂടിയാണ് തീരുന്നത്. ഓക്കെ.